എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടിരിക്കുകയാണ്. മോണിറ്റൈസ് ആയോ, റവന്യൂ കിട്ടി തുടങ്ങിയോ, ഒരു 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടിരിക്കുകയാണ്. പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല. 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്, അതുപോലെ തന്നെ ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു, മോണിറ്റൈസ് ആയോ, റവന്യൂ കിട്ടി തുടങ്ങിയോ. അത് ഞാൻ ചാനൽ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു തുടങ്ങി, റവന്യൂ കിട്ടി തുടങ്ങിയോ എന്നെല്ലാം ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഞാൻ എങ്ങനെയാണ് 1K സബ്സ്ക്രൈബേഴ്സ് ആയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗിനറായ നമ്മൾ എപ്പോഴും ഒരു 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെ പറ്റി ഒരാൾക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോസ് ഡെയിലി ഇടാൻ വേണ്ടി നോക്കുക. മീൻസ് മാക്സിമം ഷോർട്സ് ഇടുക. ഒരു ദിവസം 1-2 ഷോർട്സ് ഇടുക. ഒരു ഷോർട്സ് മസ്റ്റായിട്ട് നമ്മൾ ഷോർട്സ് ഇടണം. കാര്യം നമ്മളിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബിൽ തുടങ്ങുന്നതിന് മുമ്പേ ആയാലും ഞാൻ ഫോൺ എടുത്തായാലും ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്തോറും ആദ്യം ഇപ്പോൾ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു, പിറ്റേ ദിവസം ആ ആളുടെ വീഡിയോ കണ്ടു. അപ്പോൾ പൊതുവേ ഞാനൊരു ആളുടെ ഫാനായിട്ട് പൊതുവേ മാറും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ അതൊക്കെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യും. ഇത്ര തന്നെയാണ് നമ്മുടെ കേസിലും വരുന്നത്. നമ്മുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നമ്മളെ ഷോർട്സിന് പതുക്കെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങും. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡെയിലി ഷോർട്സ് ഇടുക. ഇന്ന് ഷോർട്സ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പോലും നമ്മളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഡെയിലി മാക്സിമം ഷോർട്സ് ഇടാൻ വേണ്ടി നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീഡിയോസ് ഇട്ട് പോവുക. അത് നമ്മളെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി വീഡിയോസ് അപ്ലോഡ്. പിന്നെ നമ്മളൊരു കണ്ടന്റ് നമ്മൾ ഇട്ടു, അത് ബാക്കിയുള്ളവർക്കും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കണം. കാര്യം ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ യൂസ് ഉള്ള കാര്യമായിരിക്കണം. ഈ 2 കാര്യങ്ങളായിരിക്കും കൂടുതലും നമ്മൾ ഒരു യൂട്യൂബ് കാണുന്ന ഒരാൾക്ക് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലിക്ക് ഉള്ളിനകത്തുള്ളൊരു കാര്യം അത് നമുക്ക് ഇൻട്രസ്റ്റോടു കൂടി കാണുന്നതാണ്. അല്ലാതെ നമുക്ക് അതിനകത്ത് നിന്ന് യൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ജസ്റ്റ് ഇൻട്രസ്റ്റോടു കൂടി കാണായിരിക്കും. പക്ഷെ ഒരു ക്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ്, കുക്കിംഗ് അതുപോലത്തെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ, നമ്മളത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കായിരിക്കും കൂടുതലും നമ്മുടെ ഓഡിയൻസ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി പറ്റും. ഓഡിയൻസിനെ എങ്ങനെയെങ്കിലും അട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇങ്ങനെ നമ്മൾ അവർ നമ്മളെ വീഡിയോസ് അട്രാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ വീഡിയോസ് ബാക്കിയുള്ളവരിലേക്ക് അവർ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം ഉണ്ടാവും. വെറുതെ വീഡിയോസ് മാത്രം ഇട്ടാൽ പോരാ, അതിലെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നണം അതിനകത്ത് എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ഉണ്ടെന്ന് ഓഡിയൻസിന് തോന്നണം. അല്ലാത്ത പക്ഷം നമ്മുടെ വീഡിയോസ് ഒരിക്കലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാനോ അല്ലെങ്കിൽ വീഡിയോസിന് വ്യൂസ് കിട്ടാനോ പോകുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനടക്കം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം യൂട്യൂബിൻ്റെ ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ വീഡിയോസ് റെഫർ ചെയ്യും. അപ്പോൾ നമ്മൾ അവരുടെ ചാനലിനെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും. എങ്ങനെയാണ് അവരുടെ ബയോ കൊടുത്തിരിക്കുന്നത്, അവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരെപ്പോഴാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, അവരെത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അവർക്ക് എത്ര വ്യൂസ് കിട്ടി, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യാൻ തുടങ്ങും. കാര്യം നമ്മളും അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളും അത് അനലൈസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഞാൻ പലതിലും കണ്ടിട്ടുള്ളത് ജസ്റ്റ് 89 വീഡിയോസിൽ 3K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാൻ വിചാരിക്കും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ചിലരുടെ വീഡിയോസ് പെട്ടെന്ന് ക്ലിക്കാവുന്ന വീഡിയോസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ക്ലിക്ക് ആകത്തില്ല എന്നല്ല. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസിലും റീച്ച് ആവും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോ. ഫസ്റ്റായിട്ട് തംബ്നെയിലും ടൈറ്റിലും, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയാണ് തംബ്നെയിലും ടൈറ്റിലും നേരെ ഇടുക എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാര്യം തംബ്നെയിലും ടൈറ്റിലും നമ്മൾ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അട്രാക്ട് ചെയ്യാനും അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാനും പറ്റും. അത് ഒരു വേ ആണ്. നമ്മൾ തംബ്നെയിലും ടൈറ്റിലും കൊടുത്ത് നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ആ വീഡിയോക്കകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ചാനൽ ഞാൻ നോട്ടീസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ദിവസം
ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടും. ചില ദിവസം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാറില്ല, ചില ദിവസം വ്യൂസ് പോലും ഉണ്ടാവാറില്ല. അതും കണ്ട് ഡിമോട്ടിവേറ്റഡ് ആവരുത്. കാര്യം ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന്. അത് കഴിയുമ്പോൾ അതെല്ലാം ശരിയായിട്ട് ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യമൊക്കെ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വരണം എന്നില്ല, കാര്യം നമ്മുടെ വീഡിയോ പതുക്കെ റീച്ച് ആവുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോസൊക്കെ ഫുള്ള് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ടാവും. നമ്മൾ വീഡിയോസ് ഡെയിലി ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ആവും. നമുക്ക് എങ്ങനെ വീഡിയോസ് ഇടണം എന്നുള്ളൊരു കാര്യത്തിനൊക്കെ നമുക്കൊരു അത്യാവശ്യം ഒരു ബോധം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വീഡിയോസ് ഇട്ട് വരുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടെ നമുക്ക് എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് നമ്മൾ പഠിക്കുകയും ചെയ്യും. ബിഗിനർ ആകുമ്പോൾ നമുക്ക് ഇതൊന്നും അറിയാനായിട്ട് ഉണ്ടാവില്ല. 1K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷന്റെ കാര്യത്തിലൊന്നും ഇല്ല എന്നല്ല, ഒരു 1/4 ഭാഗം നമ്മൾ ഓക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എലിജിബിലിറ്റിയും കൂടെ മീറ്റ് ചെയ്താൽ മാത്രമേ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ചെറിയൊരു കാര്യമല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി, അതുപോലെ തന്നെ എലിജിബിലിറ്റി, എങ്ങനെ മോണിറ്റൈസ്ഡ് ആക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസിലെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.